അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത അധ്യായങ്ങളിലൊന്നാണ് ഖദീജ. നമ്മുടെ ഉമ്മ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല പാതി, നബിയുടെ ഒന്നാമത്തെ ജീവിത പങ്കാളി. ആയിഷ ബീവി ഒരിക്കൽ പറയുന്നുണ്ട്, എനിക്കേറ്റവും അസൂയ തോന്നിയത് ഖദീജയോടാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവരെ കണ്ടിട്ടില്ല, എന്നിട്ടും ഖദീജ ബീവിയോട് എനിക്ക് അത്രക്കും അസൂയയായിരുന്നു. കാരണം നബി എപ്പോഴും അവരെ ഓർക്കും, അവരെ പുകഴ്ത്തും. നബി പുകഴ്ത്തുമ്പോഴൊക്കെ ആയിഷ ബീവിക്ക് അവരോട് അസൂയ തോന്നും. നബിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയെ. ഒരിക്കൽ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബി എപ്പോഴും ആ വൃദ്ധയായ ഖദീജയെ പറ്റി നിങ്ങൾ ഓർക്കുന്നത്, ഖദീജയെ പറ്റി നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കതിനേക്കാളും സുന്ദരിയായ, അവരെക്കാളും പ്രായം കുറഞ്ഞ കന്യകയായ എന്നെ അള്ളാഹു പകരം തന്നിട്ടില്ലേ? ഖദീജയെക്കാളും നല്ലത് അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ? അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി എന്താണെന്നറിയോ? ആയിഷ, ഖദീജയെക്കാളും നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ഖദീജ എനിക്കെല്ലാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ ഗുണങ്ങൾ എണ്ണി പറയും. നബി ആ കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശരിക്ക് മനസ്സിൽ കോറിയിടണം. ഖദ് ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ഖദീജ വിശ്വസിച്ചു എന്നെ. വസദ്ദഖത്നി ഇദ് കദ്ദബനി അന്നാസ്. ജനങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഖദീജ എന്നെ സത്യപ്പെടുത്തി. അവരുടെ സ്വത്ത് മുഴുവൻ, സമ്പത്ത് മുഴുവൻ അവർ എനിക്ക് തന്നു. ഇത് ഹറമനി അന്നാസ്. ജനങ്ങൾ ആ സ്വത്ത് നിഷേധിച്ചിരുന്നു, തടഞ്ഞു വച്ചിരുന്നു. വറസഖനി അല്ലാഹു അസ്സ വജല്ല വലദഹ. ഇത് ഹറമനി ഔലാദൻ നിസ. ഖദീജയിൽ നിന്നാണ് എനിക്ക് കുട്ടികളുണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ്. ആ 7 മക്കളിൽ 6 പേരും ഖദീജ ബീവിയിൽ നിന്നാണ്. 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. പിന്നെ ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുന്നത് മാരിയ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. നബിയുടെ മക്കളെ പറ്റിയിട്ട് വിശദമായിട്ട് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമ വരികയാണ്. ജിബ്രീൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, ഹാദിഹി ഖദീജ. ഇതാ ഖദീജ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ കറികളും ഭക്ഷണവും പാനീയവും അടങ്ങിയ പാത്രമുണ്ട്. അവർ നിങ്ങളുടെ അടുത്തെത്തിയാൽ നബിയെ ഫഖറ അലൈഹസ്സലാം മിൻ റബ്ബിഹ വമിന്നി. അള്ളാഹുവിൽ നിന്നും എൻ്റെ അടുക്കൽ നിന്നുമുള്ള സലാം നിങ്ങൾ അവരെ അറിയിക്കുക. സുബ്ഹാനല്ലാഹ്, ആരാണ് ഖദീജ ബീവിയോട് സലാം പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് സലാം പറയുന്നത്. ജിബ്രീലിൻ്റെ റബ്ബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബ്, ഖദീജ ബീവിയുടെ റബ്ബ്, നമ്മുടെയൊക്കെ റബ്ബ് അള്ളാഹു ആണ് ഖദീജ ബീവിയോട് സലാം പറയുന്നത്. വബശ്ശിർഹ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ. മുത്തുകൾ കൊണ്ടുള്ള ഒരു വീട് അവർക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ലാ സ്വഹബ ഫീഹി വലാ നസബ. ആ വീട്ടിൽ ശബ്ദ കോലാഹലങ്ങളില്ല, അവിടെ ക്ലേശമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ഖദീജ ബീവിയെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുക. ഇല്ല ആയിഷ, ഖദീജയെക്കാളും നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ജനങ്ങൾ എന്നെ കള്ളനാക്കിയപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവർ എന്നെ സ്വീകരിച്ചു. ജനങ്ങൾ ധനം തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഖദീജ അവളുടെ മുഴുവൻ ധനവും എനിക്ക് തന്നു. അള്ളാഹു എനിക്ക് മക്കളെ തന്നത് ഖദീജയിലാണ്. ഖദീജയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ അള്ളാഹു
കുടിയിരുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖദീജയില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയില്ല. ഖദീജയില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഖദീജ ബീവിയോട് നമ്മുടെ റബ്ബ് സലാം പറഞ്ഞിരിക്കുന്നു. ആ സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് നമ്മളോടും സലാം പറയും. ആഖിറത്തിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊരുങ്ങുക, പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.